സിനിമ ഒരു എന്റർടൈൻമെന്റ് ആണെങ്കിൽ പൂർണ്ണമായും സ്വയം മറന്ന് ചിരിക്കാനും ആസ്വദിക്കാനും ഒക്കെ കഴിയുന്ന മൂവിയാണ് ആവേശം. സിനിമയുടെ പേര് പോലെ തന്നെ പ്രേക്ഷകർക്ക് ആവേശത്തിലങ്ങ് മുങ്ങിത്താഴാം. രംഗണ്ണനായി ഫഹദ് ഫാസിലും അമ്പാനായി സജിൻ ഗോപുവും തകർത്തഭിനയിച്ച കുറേ നാളുകൾക്ക് ശേഷം ചിരിക്കാനുള്ള വക തന്നെ തന്ന ഒരു ജിത്തു മാധവൻ ആക്ഷൻ കോമഡി ചിത്രം. തുടക്കത്തിൽ ഒരു നോർമൽ തമിഴ് സിനിമകളുടെ ഒരു ഫീൽ ആകുമോ എന്ന് തോന്നിപ്പോയെങ്കിലും കണ്ടു പോകുമ്പോൾ മനസ്സിൽ മൊത്തം ചിരിയും ആർപ്പുവിളികളും മാത്രമായിരുന്നു. രണ്ടാം പകുതിയിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ എന്തൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് കുറച്ചൊന്ന് ഊഹിക്കാമെങ്കിലും ഇത്രയും ഫണ്ണി ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് പ്രതീക്ഷിച്ചതേയില്ല. പടം കണ്ട് ഇറങ്ങുമ്പോഴും മനസ്സ് നിറഞ്ഞു കവിഞ്ഞ ഒരു പ്രതീതി. മൂവി കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് മൂവിക്കുള്ളിലും നടക്കുന്നത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അതേസമയം തിയേറ്ററിനുള്ളിലും എല്ലാവർക്കും ഒരേ ഫീൽ ആണെന്ന് നമുക്ക് തോന്നും. ശരിക്കും നമ്മളിങ്ങനെ എനർജി അവിടെ പങ്കുവെക്കുന്നത് പോലെ തൊട്ടടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കാണുന്ന ആള് ശരിക്കും നമുക്ക് പരിചയം കൂടി ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കും. ആ അളവിൽ ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് തിയേറ്ററിനുള്ളിൽ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. തിരക്കഥ കുറച്ചൊന്ന് സ്ലോ ആണെന്ന് ചിലയിടങ്ങളിലൊക്കെ തോന്നുമെങ്കിലും ഫഹദ് ഫാസിലിന്റെ ബോഡി ജസ്റ്റർ കൊണ്ടുള്ള അഭിനയവും നർമ്മം നിറഞ്ഞ കഥാപശ്ചാത്തലവും കൊണ്ട് പ്രേക്ഷകർ അതെല്ലാം മറന്നുപോകും. അത്രയ്ക്കുണ്ട് ആ സിനിമ തരുന്ന എനർജി. സുഷിൻ ശ്യാമിന്റെ സംഗീതവും പ്രേക്ഷകരുടെ എനർജി ലെവലിനെ ഹൈ ലെവലിലേക്ക് എത്തിച്ചു. ഫഹദിന്റെ കോസ്റ്റ്യൂം, അതുപോലെ ഡാൻസിങ്, മലയാളവും കന്നഡയും കലർന്ന ഭാഷയിലുള്ള സംസാര രീതികൾ, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള വൈകാരിക പ്രകടനങ്ങൾ, ഇതൊക്കെ രംഗണ്ണൻ എന്ന വ്യക്തിത്വം പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. രംഗണ്ണനിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടും കോസ്റ്റ്യൂമിലുള്ള ചേഞ്ച് സംവിധായകൻ വരുത്തിയത് വളരെ ആകർഷകമായി തോന്നി. ഇനി ഈ സിനിമയുടെ കഥാസാരം ചെറുതായിട്ടൊന്ന് പറയാം. എഞ്ചിനീയറിംഗ് പഠനത്തിനായി ബാംഗ്ലൂരിലെത്തുന്ന 3 മലയാളി ആൺകുട്ടികൾ. അവർ കോളേജിലെ സീനിയേഴ്സിന്റെ റാഗിങ്ങിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുവെങ്കിലും സീനിയർ ആയിട്ടുള്ള കുട്ടിയും സംഘവും അവരെ പിടിച്ചു കൊണ്ടുപോയി മുറിയിലടച്ച് ഇടിക്കുന്നു. അവരെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിന് ശേഷവും കുട്ടി അവരെ ഫ്രണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നു. കുട്ടി കാണിക്കുന്ന ആ ഒരു സൗഹൃദം സത്യത്തിൽ ഈ 3 പേർക്കും അത്രയങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. കുട്ടിയോട് എങ്ങനെയും പ്രതികാരം ചെയ്യണം എന്ന ഒരു ചിന്തയാണ് 3 പേർക്കും ഉണ്ടായിരുന്നത്. പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരു ലോക്കൽ ഗുണ്ടയെ ആശ്രയിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു ഗാങ്സ്റ്ററിനെ തേടി അവർ പല ലോക്കൽ ബാറുകളിൽ കുടിക്കാൻ പോവുകയും ഒരു ഗുണ്ടയെ തേടുന്നതും അവസാനം രംഗ എന്ന ഗുണ്ടയെ പരിചയപ്പെടുന്നതും അതിലൂടെ അവർ രംഗണ്ണനുമായിട്ട് ഭയങ്കരമായ ഒരു കമ്പനി ആവുകയും പിന്നീട് ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് പുറത്തു കിടക്കാൻ അവർ കാണിക്കുന്ന പെടാപ്പാടും ഒക്കെ ചേർന്നതാണ് ഈ ഒരു സിനിമയുടെ കഥാതന്തു എന്ന് പറയുന്നത്. അതുപോലെ ബാംഗ്ലൂരിലേക്ക് പഠിക്കാനെത്തുന്ന ആൺകുട്ടികളിൽ അജുവായി ഹിപ്സ്റ്റർ, ബിബിയായി മിഥുൻ ജയ്ശങ്കർ, ശാന്തനായി റോഷൻ ഷാനവാസും കോളേജിലത്തെ വില്ലൻ സീനിയർ കുട്ടിയായി മിഥൂട്ടിയും ഒന്നിനോടൊന്നും മികച്ച അഭിനയം ആ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വരുന്ന മൻസൂർ അലിഖാന്റെ കഥാപാത്രവും അടിപൊളിയാണ്. അതുപോലെ ബിബിയുടെ അമ്മയായി അഭിനയിച്ച നീരജ രാജേന്ദ്രൻ ആ സിനിമയിൽ അങ്ങിങ്ങായി വെട്ടിത്തിളങ്ങി നിൽക്കുന്നത് കാണാം. മൂവിയിൽ ഇടയിലായി വരുന്ന മോനെ ഹാപ്പിയല്ലേ എന്ന് ചോദിക്കുന്ന അവരുടെ ഓരോ സീനും എടുത്തു പറയേണ്ടതാണ്. അതുപോലെ സംസാരിക്കാൻ വയ്യാത്ത ആളായിട്ട് വരുന്ന ആ ഒരു വ്യക്തി, 2 ഹിന്ദിക്കാർ, എല്ലാവരും മികച്ച അഭിനയം കാഴ്ചവെച്ചു. ബ്രില്യൻ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒത്തിരി നല്ല സീനുകളും ഡയലോഗുകളും ഈ മൂവിയിലുണ്ട്. രംഗണ്ണൻ എല്ലാവരുമായി ചേർന്ന് ഡംഷറൈഡ്സ് കളിക്കുന്ന ആ ഒരു രംഗം, രംഗണ്ണന്റെ ഇൻസ്റ്റാ റീലിലുള്ള ആ ഒരു പാട്ട്, ഇൻസ്റ്റാഗ്രാമിൽ പോലും എന്നെ ആരും ലൈക്ക് അടിക്കാറില്ല എന്ന് പറയുന്ന ഡയലോഗ്, എടാ മോനെ എന്ന വിളി, എല്ലാം മൂവി കഴിഞ്ഞ് ഇറങ്ങിയാലും നമ്മുടെ മനസ്സിൽ കാണും. നല്ലൊരു സിനിമയാണിത്, ആരും മിസ് ചെയ്യരുത്. ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി കണ്ടാലാണ് കൂടുതൽ കിക്ക്. എന്തായാലും എല്ലാവരും പോയി കാണുക. നന്ദി, നമസ്കാരം.